എപ്പിസോഡിൻ്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ആൾക്കാരുടെ കപ്പൽ അതങ്ങനെ ആ വില്ലന്മാരെല്ലാവരും ചേർന്ന് കത്തിച്ച് ചാമ്പലാക്കുകയാണ്. സ്മൂത്തിക്ക് ഒഴികെ ബാക്കിയുള്ള എല്ലാവർക്കും ഭയങ്കര സന്തോഷം. അവർ വലിയെന്തോ റോക്കറ്റ് വിട്ട സന്തോഷത്തിൽ വാവ് നമ്മള് അവരുടെ കപ്പൽ തകർത്തു എന്നൊക്കെ പറഞ്ഞ് തുള്ളിച്ചാവിടും. മോണ്ടോർ ആണെങ്കിൽ ആ ഒരു സന്തോഷ വാർത്ത അറിഞ്ഞ് അവൻ്റെ സിബ്ലിങ്സിനെയും അസിസ്റ്റൻസിനെയും ഒക്കെ തന്നെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുകയാണ്. ബിഗ് മോമിനോട് കളിച്ച തീർച്ചയായിട്ടും ബിഗ് മോമും അവളുടെ ആൾക്കാരും ഒരു പാഠം പഠിപ്പിക്കുന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ബേഡി പെണ്ണ് അമൻഡ, അവൾക്കും സ്ട്രോ ഹാറ്റ് ലൂഫിയാൻ ടീം അവർ നശിച്ചു എന്ന് വിശ്വസിക്കാൻ കഴിയില്ല. മാത്രമല്ല അവളുടെ ഐലാൻഡ് അത് മുഴുവനായിട്ട് തകർക്കപ്പെട്ടതിൽ അവൾ ഒരുപാട് ദേഷ്യത്തിൽ അങ്ങനെ പല്ല് കടിച്ചു നിൽക്കും. ഇതിനെല്ലാം കാരണക്കാര് ആ സ്ട്രോ ഹാറ്റ് ടീമാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ബിഗ് മോമിനെ കാണിക്കും. അവളാണെങ്കിൽ ആ ജയന്റ് കേക്ക് അത് മണിക്കൂറുകളോളം ഇരുന്ന് തിന്ന് തീർത്തിരിക്കുകയാണ്. അത്രയും വലിയൊരു കേക്ക് അത് ബിഗ് മോം കഴിക്കുന്നത് കണ്ട് ബാക്കിയുള്ള എല്ലാവരും നോക്കി നിൽക്കും. ബിഗ് മോം ആണെങ്കിൽ കേക്കൊക്കെ കഴിച്ച് നോർമലായി കഴിഞ്ഞു. പരസ്പരയ്ക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ ഒരു വിധത്തിൽ ബിഗ് മോം നോർമലായി മാറി. പുട്ടിങ് അവൾ കറക്റ്റ് സമയം എങ്ങനെ ഒരു കേക്ക് അത് ക്രിയേറ്റ് ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ എൻ്റെ അമ്മ അവര് ഈ ഒരു ഐലാൻഡ് കൂടെ തകർത്ത് കളഞ്ഞേനെന്ന് പറഞ്ഞ് അവനിപ്പോ അവന്റെ അമ്മയുടെ അടുത്തേക്ക് വരികയാണ്. കാരണം ഇപ്പൊ അവരുടെ ഐലാൻഡിൽ നടക്കുന്ന കാര്യങ്ങൾ അത് അമ്മയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അതിനാണ് അവൻ ശ്രമിക്കുക. പരസ്പരമാണെങ്കിൽ ബെജി അവരോട് ചെയ്ത ചതിയെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ബിഗ് മോമിനോട് പറയും. പക്ഷെ ബിഗ് മോം അവരാണെങ്കിൽ ഇപ്പോഴും ആ കേക്കിന്റെ ടേസ്റ്റിൽ അതിലങ്ങനെ മാറ്റിമറിഞ്ഞിരിക്കുകയാണ്. വീണ്ടും വീണ്ടും ആ കേക്കിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്ത് കഴിച്ച് ആസ്വദിച്ച് അങ്ങനെ കിടക്കും. അപ്പോൾ അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ചെയ്ത് നമ്മുടെ ആൾക്കാരുടെ കത്തുന്ന കപ്പല് അത് കാണിക്കും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. കത്തി എരിയുന്നത് നമ്മുടെ 1000 ടൺ ഈ കപ്പലല്ല, മറിച്ച് ജിംബയാൻ ടീമിന്റെ ആ ജയന്റ് കപ്പലാണ്. അപ്പോൾ അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ചെയ്ത് കപ്പലിന്റെ അടിഭാഗം കാണിക്കും. വട്ടക്സുമി ആണെങ്കിൽ നല്ല സ്പീഡിൽ എവിടേക്കോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്മൂത്തിയുടെ അസിസ്റ്റൻസ് ആണെങ്കിൽ ആ കാഴ്ച കണ്ട് ഷോക്കാവും. എങ്കിലും സ്ട്രോ ഹാറ്റ് ടീമും അവരുടെ കപ്പലും അതെങ്ങനെ നമ്മുടെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ടു ചിന്തിച്ച് അവരങ്ങനെ കൺഫ്യൂസ്ഡ് ആവുകയാണ്. അപ്പോൾ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ ആ വില്ലന്മാരുടെയും ബിഗ് മോമിന്റെ ഒക്കെ കപ്പല് അതങ്ങനെ നമ്മുടെ ആൾക്കാരുടെ കപ്പലിനെ റൗണ്ട് ചെയ്ത് നിൽക്കുകയാണ്. ആ കാര്യം മനസ്സിലാക്കിയ സൺ പൈററ്റ്സ് അവരാണെങ്കിൽ അവരുടെ ആ കപ്പല് അത് പതിയെ മുകളിലേക്ക് കൊണ്ടുവരാനായിട്ട് തുടങ്ങും. അവർക്ക് വേറെ വഴിയില്ലാതെ നമ്മുടെ ആൾക്കാരെയും കപ്പലിനെ രക്ഷിക്കാനായി ആ കപ്പല് കടലിലേക്ക് വട്ടക്സുമി വലിച്ചു താഴ്ത്തി അവരുടെ കപ്പല് മുകളിലേക്ക് ഉയർത്തുകയാണ്. ബുള്ളറ്റ്സ് ആണെങ്കിൽ തെറിച്ചു വന്ന് ടൺ പൈററ്റ്സിന്റെ കപ്പലിൽ വീണ് കപ്പൽ അങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ്. സോ ആ ഒരു കപ്പല് അത് 1000 ടൺ കപ്പലാണെന്ന് തെറ്റിദ്ധരിച്ചാണ് ആ വില്ലന്മാരെല്ലാവരും ഇത്രയും നേരവും സന്തോഷിച്ച് തുള്ളിച്ചാടിയത്. ഇവിടെ ഫിഷർമാൻസ് അവർ നമ്മുടെ ആൾക്കാരെയും കപ്പലിനെയും സേവ് ചെയ്ത് അങ്ങനെ താഴേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. വട്ടക്സുമി ആണെങ്കിൽ അവരുടെ ഇടയിലുണ്ടായിരുന്ന വെള്ളം അതൊക്കെ അങ്ങനെ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞ് നമ്മുടെ ആൾക്കാരെ അവന്റെ ബോഡിയിൽ സേഫ് ആക്കി വെക്കും. അതിനുശേഷം നല്ല ഫോഴ്സിൽ താഴേക്ക് പോവാണ്. ഉടനെ ആ ഒരു വില്ലത്തി പെണ്ണ് അവള് കറക്റ്റ് ആയിട്ട് വട്ടക്സുമിയെ കണ്ട് നിലവിളിച്ച് പറയും, അവരെല്ലാവരും രക്ഷപ്പെട്ടു പോവാണ്. ഒരു കാരണവശാലും അവര് നമ്മുടെ ഈ ലോക്കിൽ നിന്നും രക്ഷപ്പെട്ടു പോകാനായിട്ട് പാടില്ല. എത്രയും വേഗം അവരെ പിടിക്കണം. അടുത്ത നിമിഷം ആ അവനാണെങ്കിൽ അവന്റെ ബോഡി അങ്ങനെ ഹീറ്റ് ആക്കി റെഡ് കളറിലേക്ക് മാറി ആ ഒരു ഹീറ്റ് അത് കടലിലേക്ക് കടത്തി വിടുകയാണ്. പക്ഷെ വട്ടക്സുമി ആണെങ്കിൽ അവന്റെ റേഞ്ചിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. അത് മനസ്സിലാക്കിയ ആ അവനാണെങ്കിൽ ടയറ് പോലെ ലാവ അത് വട്ടക്സുമിക്ക് നേരെ അയക്കുകയാണ്. അതിലൊരു ലാവ അത് വട്ടക്സുമിയുടെ ബോഡിയിലൂടെ കുത്തിയിറങ്ങും. വേദന സഹിക്കാൻ കഴിയാതെ വട്ടക്സുമി അവൻ നമ്മുടെ ആൾക്കാരെയും കപ്പലിനെയും പുറത്തേക്ക് തുപ്പുകയാണ്. നമ്മുടെ ആൾക്കാർ അപകടം മനസ്സിലാക്കി നല്ല ഫോഴ്സിൽ കപ്പൽ മുൻപോട്ടേക്ക് കൊണ്ടുപോകും. പക്ഷെ അപ്പോഴും വട്ടക്സുമി വിടാതെ നമ്മുടെ ആൾക്കാരോട് നിലവിളിച്ച് പറയും, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്ത് വില കൊടുത്തും ഞാൻ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും. വട്ടക്സുമി ആണെങ്കിൽ ആ ഓവന്റെ ഓരോ അറ്റാക്കും അതങ്ങനെ തടയാണ്. വട്ടക്സുമിയുടെ ഉള്ളിൽ വലിയൊരു കുറ്റബോധമുണ്ട്. ഫിഷർമാൻ ഐലാൻഡിന്റെ എൻട്രൻസിൽ വെച്ച് വട്ടക്സുമി നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്തിരുന്നു. ആ ഒരു കുറ്റബോധമാണ് അവനെ ഇപ്പോൾ ഇപ്രകാരം മാറ്റി ചിന്തിപ്പിച്ചതും നമ്മുടെ ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യുന്നതും. അപ്പോൾ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ നമ്മുടെ സൺ പൈററ്റ്സ് അവരാണെങ്കിൽ ജിംബയെ വിട്ടുപോവാതെ ആളുടെ കൂടെ നിന്ന് ആളെ അവസാനം വരെ പ്രൊട്ടക്ട് ചെയ്ത് ഇവിടുന്ന് പറഞ്ഞയക്കണം എന്നൊക്കെ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ പ്രസന്റ് കാണിക്കും. പ്രസന്റില് സൺ പൈററ്റ്സ് അവരാണെങ്കിൽ ബിഗ് മോമിന്റെ ആൾക്കാരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ അങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ജിംബയ്ക്കാണെങ്കിൽ ടെൻഷൻ അത് കൂടി കൂടി വരും. കാരണം അവനവന്റെ ടീമിനെ അത്രമാത്രം ഇഷ്ടമാണ്. സൺ പൈററ്റ്സും
ലൂഫി ആൻഡ് ടീമും, ഓപ്പോസിറ്റ് ബിഗ് മോമിന്റെ മക്കളും അസിസ്റ്റൻസും, അങ്ങനെ എല്ലാവരും. അടുത്ത നിമിഷം രണ്ട് ടീമും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് പൊരിഞ്ഞ പോരാട്ടം. ജിംബൈക്കാണെങ്കിൽ ആളുടെ ടെൻഷനും പേടിയും കൂടി വരും. കാരണം ആളുടെ സൺ പൈററ്റ്സിനെ ആൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. ആള് ജീവിച്ചിരിക്കുന്നത് വരെയെങ്കിലും അവർക്കൊന്നും സംഭവിക്കാൻ പാടില്ല എന്ന് ജിംബൈ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ഓപ്പണൻസ് അത് ബുദ്ധിയും ബോധവും ഇല്ലാത്ത ബിഗ് മോമിന്റെ ആൾക്കാരാണ്. അവരുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും എൻ്റെ അസിസ്റ്റൻസിനെ അവർ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ജിംബയെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അവൻ ചെയ്യാണ്. അതേസമയം ഇവിടെ അവനവൻ്റെ കൈയും ബോഡിയും ഫുൾ ഹീറ്റാക്കി മാറ്റി ആ കടലിലേക്ക് സ്പ്രെഡ് ചെയ്യാണ്. അത് കണ്ട് അലാവുദ്ദീൻ ആണെങ്കിൽ ആ ഹീറ്റ് വാട്ടറിനെ അങ്ങനെ കൺട്രോൾ ചെയ്ത് അത് ആ ഓവന്റെ ദേഹത്തേക്ക് തന്നെ അടിച്ച് തെറിപ്പിക്കും. ഓവനാണെങ്കിൽ അവന്റെ കൺട്രോൾ പോവും. അടുത്ത നിമിഷം ഓവനും അലാവുദ്ദീനും അവർ രണ്ടുപേരും അവരുടെ പവറുകൾ ഉപയോഗിച്ച് പൊരിഞ്ഞ പോരാട്ടം. അലാവുദ്ദീൻ ആണെങ്കിൽ അവനോട് പറയും, നീ എന്ത് കരുതി സൺ പൈററ്റ്സ് അവർ വെറും യൂസ്ലെസ് ആണെന്നോ? ഞങ്ങളുടെ പവർ എന്താണെന്ന് നീ അറിയാൻ പോകുന്നേ ഉള്ളൂ. അലാവുദ്ദീൻ ആണെങ്കിൽ കയ്യിൽ കിട്ടിയവരെയും മുമ്പിൽ കണ്ടവരെ എല്ലാവരെയും അങ്ങനെ തല്ലി കൊന്ന് അവന്റെ ടീമുമായിട്ട് ഓവന്റെ അടുത്തേക്ക് പോവാണ്. ആ കാഴ്ചയൊക്കെ കണ്ട് നമ്മുടെ ആൾക്കാർ നോക്കി നിൽക്കും. കടലിൽ വെച്ച് ഫൈറ്റ് നടക്കുന്നതുകൊണ്ട് തന്നെ സൺ പൈററ്റ്സിന് അത് കുറച്ച് ബെനിഫിറ്റ് ആണ്. ഇവിടെ നമ്മുടെ ആൾക്കാർക്ക് കടലിലേക്ക് ഇറങ്ങി ഫൈറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് അവരാണെങ്കിൽ നിസ്സഹായരായി കപ്പലിൽ തന്നെ നിൽക്കും. നമ്മുടെ ആൾക്കാരുടെ കപ്പലാണെങ്കിൽ ഏകദേശം പകുതിയോളം തകർന്നിരിക്കുകയാണ്. അതിന്റെ പായ് അതിൽ തീ പിടിച്ചതുകൊണ്ട് തന്നെ അത് വളരെ സ്ലോ ആയിട്ടായിരിക്കും മുൻപോട്ടേക്ക് നീങ്ങുക. ജിംബൈ ആണെങ്കിൽ അങ്ങനെ ടേൺ ചെയ്ത് പറയും, നിങ്ങളിത് നോക്കേണ്ട കാര്യമില്ല. എത്രയും വേഗം നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. എൻ്റെ സൺ പൈററ്റ്സിനെ ഉപേക്ഷിച്ച് എനിക്ക് വരാനാവില്ല. പക്ഷെ ലൂഫി ആണെങ്കിൽ ഒരു കാരണവശാലും അത് അംഗീകരിക്കില്ല. കാരണം ജിംബൈ അവൻ്റെ ടീംമേറ്റ് ആണിപ്പോൾ. അവൻ്റെ ടീംമേറ്റ്സിനെ വിട്ട് ഒരു കാരണവശാലും ലൂഫി അവിടുന്ന് പോവില്ല. അതിന് ജിംബൈ ആണെങ്കിൽ ടെൻഷനാവും. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ? എനിക്ക് യാതൊരു അപകടവും എന്തായാലും സംഭവിക്കാൻ പോകുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ ടീമിലേക്ക് ഞാൻ തിരികെ എത്തും. ഇതിനു മുൻപ് സൺ പൈററ്റ്സിനെ അവരെനിക്ക് സേഫാക്കി ഒരു ഭാഗത്തേക്ക് മാറ്റണമെന്ന് പറയും. വേറെ വഴിയില്ലാതെ ലൂഫി അവൻ ജിംബയുടെ നിർബന്ധത്തിന് വഴങ്ങുകയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇവിടെ ബിഗ് മോം അവൾ കഥകളൊക്കെ അറിഞ്ഞ് പരസ്പരമായിട്ട് ആ സ്വീറ്റ് ഐലാൻഡിലേക്ക് വരികയാണ്. ആ സ്ട്രോ ഹാറ്റ് ടീം അവർ ഇതുവരെ മരിച്ചില്ല അല്ലേ? പക്ഷെ കുഴപ്പമില്ല, ഞാൻ എത്രയും വേഗം അവിടേക്ക് പോയി അവരെ എല്ലാവരെയും തല്ലിക്കൊല്ലൂന്ന് പറഞ്ഞ് അവൾ നല്ല ഫോഴ്സിൽ അവിടേക്ക് പോവും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് കപ്പോൺസ് അവൻ ബൈനോക്കുലറൊക്കെ വെച്ച് ബിഗ് മോമിനെ നോക്കുകയാണ്. ബിഗ് മോം അവൾ ഓപ്പോസിറ്റ് സൈഡ് ലൂഫിയാൻ ടീമിനെ അന്വേഷിച്ച് പോകുന്നത് കണ്ട അവൻ അങ്ങനെ ശ്വാസമൊക്കെ വലിച്ചു വിട്ട് ആശ്വാസമായിട്ട് നിൽക്കും. പക്ഷെ ഷിഫോണാണെങ്കിൽ അവളുടെ ടെൻഷൻ കൂടുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇവിടെ അലാവുദ്ദീനെയും ആ ഓവനെയും കാണിക്കും. അവർ രണ്ടുപേരും വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് ഒരിഞ്ഞ പോരാട്ടം. അടുത്ത നിമിഷം നമ്മുടെ ജിംബൈ അവനാണെങ്കിൽ അവന്റെ ആൾക്കാർക്ക് കട്ട സപ്പോർട്ട് കൊടുത്ത് അലാവുദ്ദീന്റെ അടുത്തേക്ക് വരികയാണ്. അലാവുദ്ദീൻ ആണെങ്കിൽ ആളെ കണ്ട് ടെൻഷനാവും. മാസ്റ്റർ, നിങ്ങളോട് ഞങ്ങൾ ഒരുപാട് തവണ പറഞ്ഞതല്ലേ സ്ട്രോ ഹാറ്റ് ടീമിന്റെ കൂടെ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാൻ? നിങ്ങൾക്ക് ഞങ്ങൾ ഇത്രയും വിശ്വാസമില്ലേ? അതിന് ജിംബൈ അവൻ പ്രത്യേകിച്ചൊന്നും പറയാതെ അലാവുദ്ദീനെ തന്നെ നോക്കുകയാണ്. ജിംബൈക്ക് ഒരിക്കലും അവന്റെ അസിസ്റ്റൻസിനെ അവിടെ ഇട്ടിട്ട് പോകാനാവില്ല. അവർക്കൊരു പോറൽ പറ്റുന്നത് പോലും അവന്റെ മനസ്സിന് താങ്ങാനാവില്ല. മോമാണെങ്കിൽ മറ്റൊന്നും ചിന്തിക്കാതെ അവിടെ വലിയൊരു ചുഴി അത് ക്രിയേറ്റ് ചെയ്യാണ്. ആ ഗ്യാപ്പിൽ നമ്മുടെ ആൾക്കാർ കപ്പൽ നല്ല സ്പീഡിൽ മുൻപോട്ടേക്ക് കൊണ്ടുപോയി ഒരു സേഫ് ഡിസ്റ്റൻസിൽ പാർക്ക് ചെയ്യും. അപ്പൊ അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ചെയ്ത് സ്കൈയിലൂടെ പറന്നു പോകുന്ന ആ ന്യൂസ് റിപ്പോർട്ടറിനെയും CP0 ആ ലേഡിയെയും കാണിക്കും. ആ ന്യൂസ് പേപ്പർ മാൻ ആണെങ്കിൽ ലൂഫിയോട് അവിടുന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് നിലവിളിച്ച് പറയും. അതിനുശേഷം ആ ലേഡിയോട് അവൻ പറയും, ഇപ്പോഴത്തെ വേഴ്സ്റ്റ് ജനറേഷനിലെ ഒരു മെമ്പറാണ് സ്ട്രോ ഹാറ്റ് ലൂഫി. ട്രഫാർഗറിലോ ഹോക്കിങ്സ്, ട്രാഗ്, അപ്പോംസ്, ജൽറി ബോണി, ബ്ലാക്ക് ബിയേർഡ്, അവസാനമായിട്ട് ഈ സ്ട്രോ ഹാറ്റ് ലൂഫി. ഇവരാണ് വേഴ്സ്റ്റ് ജനറേഷനിലെ ഇപ്പോഴത്തെ മെമ്പേഴ്സ്. തീർച്ചയായിട്ടും ഇതിലൊരാൾ തന്നെയായിരിക്കും ഫ്യൂച്ചർ പൈററ്റ് കിങ്.